ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ബ്ലീച്ചിൻ്റെ റെമഡിയാണ് കേട്ടോ. ബ്ലീച്ച് എന്ന് പറയുമ്പോൾ ആരും തന്നെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കിയെടുത്ത ഒരു ഫേസ് പാക്കാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അത് ബോഡിയിലാണെങ്കിലും ഫേസിലാണെങ്കിലും അപ്ലൈ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടായിരിക്കും റിസൾട്ട് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒരു വീഡിയോ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം എത്രമാത്രം നമുക്ക് ആ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അരമണിക്കൂർ മുൻപായിട്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പായിട്ടോ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴുകി വരുവാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് റിസൾട്ടായിരിക്കും നിങ്ങളുടെ ഫേസിൽ കാണാൻ പറ്റുക. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. എന്നതിന് ശേഷം ഈ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു ബ്ലീച്ചിങ് ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം ഉരുളക്കിഴങ്ങും തക്കാളിയാണ് വേണ്ടത്. ഉരുളക്കിഴങ്ങ് തോഴി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവ രണ്ടും കൂടി നല്ല രീതിക്ക് കഴുകി കൊണ്ടുവരാം. കഴുകിയതിന് ശേഷം ഞാൻ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് എന്തായാലും മിക്സി ബൗളിനകത്തിട്ട് അടിച്ച് പേസ്റ്റാക്കി അതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്, അതിൻ്റെ നീരാണ് വേണ്ടത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുക്കുകയും അങ്ങനെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുമിച്ച് എടുത്തോളൂ കേട്ടോ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഒരുമിച്ചാകുമ്പോൾ നമുക്ക് പണി ലാഭിച്ചു, അത്ര തന്നെ. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക. ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ മിക്സി ബൗളിനകത്ത് ഇടുന്ന സമയത്ത് നമുക്ക് ഒരു തുള്ളി കൂടി വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അതെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ടാണ് മിക്സി ബൗളിനകത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റും അതിനകത്തുള്ള ആ ഒരു നീര് ജ്യൂസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ജ്യൂസ് എടുക്കുന്നത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് മിക്സി ബൗളിനകത്തിട്ട് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞ് കൊണ്ടുവരാം. അതിൻ്റെ ആ ഒരു നീരാണ് നമുക്ക് വേണ്ടത്. പിശയുടെ ആവശ്യമില്ല കേട്ടോ. പിശ നിങ്ങൾക്ക് ബോഡി സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങളൂടി ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ഒരു ബ്ലീച്ച് റെഡി ആയിട്ട് വരുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഗൈസ്, ഞാൻ ഈ ഒരു ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് എടുക്കുകയാണ്. എനിക്ക് കയ്യിലും കാലിലൊക്കെ ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ജ്യൂസ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ജ്യൂസിലേക്ക് ഞാൻ ചേർത്തെടുക്കാൻ പോകുന്നത് മുൾട്ടാനി മിട്ടിയുടെ പൗഡറാണ്. അത് 1 ടേബിൾ സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കത് കൂടിയാലും കുറഞ്ഞാലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്കിതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഒത്തിരി ലൂസ് ആവാൻ പാടില്ല, ചെറിയൊരു ലൂസ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുൾട്ടാനി മിട്ടിയുടെ പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നീട് ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂണോളം കടലമാവ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കടലമാവും തന്നെ നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന ആ ഒരു ജ്യൂസിൻ്റെ ഒരു ഇതനുസരിച്ച് നിങ്ങൾ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഓക്കെ, പിന്നീട് ചേർക്കുന്നത് ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ലെമൺ അലർജി ഉള്ളവർ ഇതിനകത്തേക്ക് കാപ്പിപ്പൊടി ചേർക്കുക കേട്ടോ. ഞാനിവിടെ ചേർക്കുന്നില്ല, കാരണം കാപ്പിപ്പൊടി എനിക്ക് അലർജിയാണ്. ഞാൻ കാപ്പിപ്പൊടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ള കളർ കൂടി അങ്ങ് ഡിമ്മാവുകയും ചെയ്യുള്ളൂ കേട്ടോ. ഞാൻ ഒന്നും കൂടി ഇരുണ്ടതായിട്ട് എനിക്ക് ഫീലാവും. എൻ്റെ കളറൊക്കെ നാഗപ്പാട് അങ്ങ് പോയൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം കാപ്പിപ്പൊടി വെച്ചിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു 3-4 വീഡിയോ തന്നെ ചെയ്തിട്ടുള്ളത് ഞാൻ ഹസ്ബൻഡിനാണ് കൊടുക്കാറുള്ളത്. ഞാൻ ആദ്യമൊക്കെ ചെയ്തൊക്കെ ആയിരുന്നു, പക്ഷേ എനിക്ക് എൻ്റെ ഫേസ് ഇതുപോലെ ഇരുണ്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ആയതിനു ശേഷം ഞാനത് ഉപയോഗിക്കാറില്ല. ഓക്കെ, അത് ഞാൻ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ അഥവാ നിങ്ങൾക്കുണ്ടെങ്കിൽ തന്നെ നിങ്ങളത് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ ആ ഒരു പോയ കളർ തിരികെ വരും കേട്ടോ. അപ്പോൾ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പോൾ പറ്റില്ലെങ്കിൽ അത് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് ഏതാണോ സൂട്ട് ആ രീതിക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫേസിൽ ചെയ്യാനായിട്ട് നോക്കുക. അതല്ലാതെ വീഡിയോയിൽ അത് കണ്ടു ഇത് കണ്ടു എന്നും പറഞ്ഞ് ആരും തന്നെ എടുത്ത് ചാടി ചെയ്യരുത്. നിങ്ങളുടെ ഫേസിൽ എന്താണ് സെറ്റ് ആവുക എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് എത്രയും കാര്യങ്ങൾ ചേർത്ത് നല്ല രീതിക്ക് മിക്സാക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്ലീച്ചിങ് പാക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം, കയ്യിലും കാലിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ മോൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനൊക്കെ മുന്നേ ഒരു ടിപ്പ് കൂടി പറഞ്ഞു തരാം. ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ മറന്നു പോയായിരുന്നേ. നമ്മൾ എന്തെങ്കിലും ഒരു ഫേഷ്യൽ ചെയ്യണതിന് മുന്നേ, ഹോം മെയ്ഡായിട്ട് നമ്മൾ എന്തെങ്കിലും ഫേഷ്യൽ ചെയ്യണൊക്കെ മുന്നേ നമ്മൾ പച്ച പാൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്ത് വരാറുണ്ട് അല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കുറച്ച് ആലുവേറ, നോർമൽ ആലുവേറ ജെല്ലോ. വീട്ടുവളപ്പിലുണ്ടായിട്ടുള്ള ആലുവേര ആണെങ്കിലും അതല്ല, വീട്ടുവളപ്പിലുണ്ടായിട്ടുള്ള ആലുവേര എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ നമ്മൾ കഴുകിയിട്ട് വേണം അത് ഉപയോഗിക്കാനായിട്ട് കേട്ടോ. നമ്മളത് അതായത് വീട്ടുവളപ്പിലുണ്ടായിട്ടുള്ള ആലുവേര എടുക്കുന്ന സമയത്ത് അത് കഴുകി തിളപ്പിച്ചതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. ഡയറക്റ്റായിട്ട് റോ ആയിട്ടുള്ള ആലുവേര ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇച്ചിങ്, അപ്പം ചെറിയ തരിയായിട്ടുള്ള കുരുക്കളൊക്കെ വരും. അപ്പം അതിൻ്റെ പേരിൽ ആ ഒരു കഴുകിയിട്ട് ഞാൻ പറഞ്ഞ പ്രോസസ്സിൽ അങ്ങ് ചെയ്തു വരാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോർ ബോട്ടിലായിട്ടുള്ള അലോവേറ ജെൽ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക.
മസാജ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം നമുക്കതൊന്ന് വൈപ്പ് ചെയ്ത് കളയാം, നമുക്കതൊന്ന് തുടച്ച് മാറ്റാം. വെള്ളം കൊണ്ടല്ല, ജസ്റ്റ് തുണി ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ച് മാറ്റാം. എന്നതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ, ഫേസിലൊന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നല്ല രീതിക്ക് നമ്മുടെ ഫേസ് ആദ്യം ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം, അതായത് ആലുവേറ ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക. പാക്ക് അപ്ലൈ ചെയ്ത് ഒരു 20-25 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതങ്ങ് നോർമൽ വാട്ടറിൽ അങ്ങ് കഴുകിക്കൊണ്ടുവരാം കേട്ടോ. കഴുകുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒന്ന് ഇറ്റിച്ച് കൊടുത്തിട്ട് ഒരു മസാജ് കൊടുത്തതിന് ശേഷം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ. വൈപ്പ് ചെയ്ത് നമുക്ക് കഴുകി കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ മുകളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ ലൈറ്റ് ഇട്ടാണല്ലോ വീഡിയോ എടുക്കാറുള്ളത്. അപ്പം ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ആ റിസൾട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തുടച്ച് മാറ്റിയതിന് ശേഷം കഴുകിയേച്ച് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റും, എത്രമാത്രം നമ്മുടെ സ്കിന്നൊന്ന് ലൈറ്റൻ ആയിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ അപ്ലൈ ചെയ്ത ഭാഗത്തും അപ്ലൈ ചെയ്യാത്ത ഭാഗത്തും രണ്ടും ഡിഫറെൻറ്റ് കളറായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. എനിക്ക് വീഡിയോ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതല്ല, നമ്മൾ ഡയറക്റ്റായിട്ട് നേരിട്ട് നോക്കുന്ന സമയത്ത് നന്നായിട്ട് ആ ഒരു ചേഞ്ച് ആ ഒരു കയ്യിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫേസിലിട്ടപ്പോഴും തന്നെ നല്ല രീതിക്ക് ഫേസൊക്കെ ഒരു സോഫ്റ്റായ ഒരു ഫീലും അതുപോലെ തന്നെ ഫേസ് നല്ലൊരു ബ്രൈറ്റായ ഫീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫംഗ്ഷന് പോകണമെങ്കിൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ മുമ്പായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് വരാം കേട്ടോ. ഇനി അതല്ല, നിങ്ങൾക്ക് ഫംഗ്ഷനൊന്നും ഇല്ല, നമുക്ക് ഈ ഒരു റിസൾട്ട് പെർമനൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 തവണ നിങ്ങൾ ഇത് മുടങ്ങാതെ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിസൾട്ട് നിങ്ങളുടെ കൂടെ പെർമനൻ്റ് ആയിട്ട് ഉണ്ടാകും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.